അല്ലേ? അദ്ദേഹമാണ് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ശംഭുപൊറ്റി, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലടക്കം പുറത്തു വരുന്നത് പ്രാൺപ്രതിഷ്ഠയ്ക്ക് തയ്യാറാക്കിയ വിഗ്രഹം എന്നുള്ളതാണ്. അത് ബാലരാമനാണ്. പൊതുവെ രേണു, എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണനെ ആരാധിക്കുന്നവർക്കും ഉണ്ണികൃഷ്ണനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. ഗുരുവായൂരിലെ ആ ഉണ്ണികൃഷ്ണൻ. അതിനു മുൻപ് നമുക്ക് ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകതയ്ക്ക് മുൻപ് തന്നെ നമുക്ക് എന്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം, അയോധ്യയിൽ ജന്മദേശത്ത് രാമൻ ഒരു പ്രതിഷ്ഠ എന്നതിനപ്പുറം ഈ ക്ഷേത്രത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് ഈ ബാലരാമനെയും എന്തുകൊണ്ട് പ്രതിഷ്ഠിക്കുന്നു? തീർച്ചയായും എന്താണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ശ്രീ ശംഭുപൊറ്റി? ശ്രീരാമസ്വാമിയുടെ ജന്മസ്ഥലമാണ് അയോധ്യ എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ രാമജന്മഭൂമി എന്ന പേരിൽ പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അയോധ്യ. അപ്പോ രാംലല്ലയുടെ ആ സംശയമാണ് എനിക്കുള്ളത്. അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ രാംലല്ല എന്ന പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയ്ക്ക് എന്താണ് പ്രത്യേകത? മറ്റ് നിരവധിയായ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പരിശോധിച്ചാൽ നിരവധി രാമക്ഷേത്രങ്ങളുണ്ട്. നാലമ്പല ദർശനവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല ക്ഷേത്രങ്ങളും കൂടുതൽ അറിയപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ തരത്തിലുള്ള പ്രതിഷ്ഠയല്ല അധികവും. ജനനം മുതലുള്ള ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ജനിച്ച് 5 വയസ്സായ ഒരു കുട്ടിയുടെ പ്രായത്തിലാണ് ശ്രീരാമസ്വാമി അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് രാംലല്ല എന്നുള്ള പേര് വരാൻ കാര്യം. മറ്റ് പല സ്ഥലങ്ങളിലും ഓരോ സങ്കല്പ വിശേഷത്തിലാണ് ഓരോ ദേവന്മാരെ പ്രതിഷ്ഠിക്കുക. അത് ആ സ്ഥലപരമായിട്ടുള്ളതായിരിക്കാം, ആ ദേശവുമായിട്ടും അവിടുത്തെ ഉള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഇവിടെ ശ്രീരാമസ്വാമിയുടെ ജനനം എന്നുള്ള രീതിയിൽ പ്രത്യേകതയാർന്ന ആ ദിവ്യഭൂമിയിൽ 5 വയസ്സായ ശ്രീരാമസ്വാമിയായിട്ടാണ് ആ ദേവനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ രാംലല്ല എന്നുള്ള പേര് വരാനും കാരണം. അതുകൊണ്ട് തന്നെ അവിടെ ശ്രീരാമസ്വാമി പത്നീ സമേതനായിട്ട് സീതാപതിയായിട്ടല്ല അവിടെ. അദ്ദേഹം അവിടെ 5 വയസ്സായ ബാലകനായതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമി പത്നിയായിട്ടുള്ള സീതാദേവിയുടെ പ്രതിഷ്ഠ വരുന്നത് വേറൊരു സ്ഥലത്താണ്. ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെയാണ്. എങ്കിൽ പോലും ആ ബിംബത്തിൽ 5 വയസ്സായ ബാലകനായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. കൊക്കളത്ത് ബ്രഹ്മശ്രീ മാധവര് ശംഭുപൊറ്റിയാണ് നമുക്കൊപ്പം അതിഥിയായി ചേർന്നിട്ടുള്ളത്. ശ്രീ ശംഭുപൊറ്റി, ഇവിടെ ഇപ്പോൾ രാംലല്ല വിഗ്രഹത്തിന്റെ പ്രത്യേകതകളാണ് താങ്കൾ സൂചിപ്പിച്ചത്. ചടങ്ങിലേക്കാണ് കടക്കുന്നത്. പ്രാൺ പ്രതിഷ്ഠ എന്ന ചടങ്ങ് അത് നമ്മൾ കേട്ട് പരിചിതമായി ഇപ്പോൾ വാക്ക്. പക്ഷെ നമ്മളുടെ കേരളത്തിൽ ഒന്നും തന്നെ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ പ്രാൺ പ്രതിഷ്ഠ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. എന്താണ് പ്രാൺ പ്രതിഷ്ഠ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ഓരോ ദേശത്തിലും വ്യത്യാസമുണ്ടായിരിക്കാം. പ്രത്യേകിച്ചും കേരളത്തിലെ സമ്പ്രദായവുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് അവിടെ നടക്കുന്ന ഈ ചടങ്ങുകൾ. എങ്കിൽ പോലും കേരളത്തിലെ സമ്പ്രദായം അനുസരിച്ച് താന്ത്രിക രീതിയിലാണ് അവിടെ വേദമാധാരമാക്കിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ അവിടെ ചെയ്യുക. നമ്മുടെ സമ്പ്രദായ പ്രകാരമാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ചില പേരുകളിലും അല്ലെങ്കിൽ ചെയ്യുന്ന ചില പൂജകളിലുമൊക്കെ വളരെയധികം പ്രകടമായ വ്യത്യാസം നമുക്കതിനകത്ത് കാണാൻ പറ്റും. എങ്കിൽ പോലും പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ആ ദിവ്യമായ മുഹൂർത്തം അല്ലെങ്കിൽ ആ ദിവ്യമായ സമയത്ത് ചെയ്യുന്ന ആ ക്രിയയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയാം. ക്ഷേത്രത്തിന് 3 അവസ്ഥകളുണ്ട് എന്നാണ് പറയുക. സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും പറയുന്ന 3 അവസ്ഥകൾ. അതിൽ സ്ഥൂലമെന്ന് പറയുന്നത് ക്ഷേത്രം ഉണ്ടാക്കലാണ്. സൂക്ഷ്മം എന്ന് പറയുന്നത് ബിംബോപാധികൾ ഉണ്ടാക്കലാണ്. അവിടെ കാരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പരം എന്ന് പറയുന്ന ജീവൻ കൊടുക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രാണപ്രതിഷ്ഠ എന്നുള്ള ക്രിയ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് മുമ്പേ പറഞ്ഞതുപോലെ ഓരോ ദിക്കിലും അതിൻ്റേതായ ചടങ്ങുകൾക്ക് പേരുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, ചെയ്യുന്ന കർമ്മങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ അതിലെല്ലാം ഉപരി ആ ദേശത്തിൻ്റെ തന്നെ മഹത്വം വിളിച്ചോതുന്ന അയോധ്യ എന്ന് പറയുന്ന പുണ്യനഗരിയിൽ ശ്രീരാമസ്വാമിയുടെ ചൈതന്യം സ്വയംഭൂവായിട്ടുള്ള ആ സ്ഥലത്ത് അവിടെ എത്രയോ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എത്രയോ നാളുകളായിട്ട് ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാർ അവരുടെ മുഴുവൻ എന്താ പറയുക ദീക്ഷ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ തപസ് കൊണ്ടും അവർ നേടിയെടുത്തിട്ടുള്ള ആ ഊർജം, ജീവൻ എന്ന് പറയുന്നത് ദേവനിലേക്ക് സംക്രമിപ്പിക്കുകയാണ്, ദേവനിലേക്ക് കൊടുക്കുകയാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ക്രിയയിലൂടെ അവിടെ സാധ്യമാകുന്നത്. അത് ആ ചടങ്ങ് കേരളത്തിലും മറ്റു പല ദേശങ്ങളിലും ഒരുപോലെയാണ്.
ചില വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കാം. എങ്കിലും പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ ചടങ്ങ് പ്രാണൻ കൊടുക്കുന്ന ആ ചടങ്ങാണ്. ആ കാരണം എന്ന് പറയുന്ന, പരം എന്ന് പറയുന്ന അവസ്ഥ അപ്പോഴാണ് അവിടെ ആ ക്ഷേത്രത്തിന് സാധ്യമാവുക. അതാണ് ആകാശാത്മകവും പുരുഷാത്മകവുമായിരിക്കുന്ന ബിംബവും ഭൂമ്യാത്മകവും പ്രകൃത്യാത്മകവുമായിരിക്കുന്ന പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന ആ ചടങ്ങിനെയാണ് ഇവിടെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പ്രാൺ പ്രതിഷ്ഠ പൂർത്തിയാകുന്നതോടെയാണ് അവിടം ഒരു ജീവനുള്ള സ്ഥാപനമായി മാറുന്നത് എന്നുള്ളതാണ്. താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു ഈ താന്ത്രിക വിധിപ്രകാരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ താന്ത്രിക വിധികൾ ഒക്കെ പഠിക്കുന്ന നിരവധി ആളുകളുണ്ട്. ദേവസ്വം ബോർഡിന്റെ കീഴിൽ തന്ത്രവിദ്യകളും ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ട്. ഈ കേരളീയ താന്ത്രിക വിദ്യ ആകണമെന്നില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ന് പറയുമ്പോൾ പോലും ആത്യന്തികമായി ഇതെല്ലാം എത്തി നിൽക്കുന്നത് ഒന്നിലേക്ക് തന്നെയായിരിക്കുമല്ലോ. അതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുണ്യതീർത്ഥങ്ങളിൽ നിന്നുള്ള 114 കലശങ്ങൾ, അതിപ്പോൾ കേരളത്തിൽ നമുക്ക് ഇത്തരം കലശാഭിഷേകങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ശയ്യാധിവാസം എന്ന ചടങ്ങ്, അല്ലെങ്കിൽ ജാഗരണ അധിവാസം എന്ന ചടങ്ങ്, ഇങ്ങനെ നിരവധിയായ ചടങ്ങ് 121 ആചാര്യന്മാർ ദിവസങ്ങളോളമായി നടത്തുന്ന ഒരു ചടങ്ങ്. ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നത് പ്രയാസകരമാണ് എന്നറിയാം. എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറ്റുന്നത്? പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങുകളിനെ നമ്മൾ വിശദമാക്കുമ്പോൾ കേരളീയ സമ്പ്രദായ പ്രകാരമാകുമ്പോൾ ആദ്യത്തെ ചടങ്ങ് തന്നെ അങ്കുരാർപ്പണം എന്ന് പറയുന്ന ചടങ്ങാണ്. ആചാര്യവരണം, അങ്കുരാർപ്പണം പോലെയുള്ള ചടങ്ങുകളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അത് പ്രതിഷ്ഠയ്ക്ക് 5, 7, 9 ദിവസം മുമ്പായിട്ടൊക്കെ ആയിരിക്കാം ഇത് തുടങ്ങുക. അവിടെയും അതിന് സമാനമായിട്ടുള്ള ദേശത്തിൻ്റെ വ്യത്യാസം കൊണ്ട് കേരളത്തിൻ്റേതായ ചില, കേരളത്തിൽ നിന്നും ഇത്രയധികം വ്യത്യാസമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സമ്പ്രദായ പ്രകാരമായിരിക്കണം എന്നില്ല അവിടുത്തെ പൂജാവിധാനങ്ങൾ. അത് ആ ദേശത്തെ സമ്പ്രദായം അനുസരിച്ചായിരിക്കാം. സ്വതേ തന്നെ കേരളത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ, കേരളത്തിലെ ക്ഷേത്ര രീതികളൊക്കെ തന്നെ കേരളീയ തന്ത്രശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അവിടെ വൈദിക വേദത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ പൂജാവിധാനങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രകടമായ ചില വ്യത്യാസങ്ങൾ പൂജാവിധാനങ്ങളിലായാലും ഒക്കെ കണ്ടേക്കാം. എങ്കിലും അവിടെ ആദ്യത്തെ പ്രതിഷ്ഠാ ദിവസത്തെ, പ്രാണപ്രതിഷ്ഠയുടെ ആദ്യത്തെ ദിവസത്തെ ചടങ്ങ് കേരളീയ സമ്പ്രദായ പ്രകാരമാണ് എങ്കിൽ അവിടെ പ്രാസാദ പ്രതിഷ്ഠ എന്ന് പറയുന്ന ചടങ്ങാണ്. പ്രാസാദം എപ്പോഴും പ്രസാദമായിട്ടിരിക്കുന്നത് എന്താണോ അതാണ് ഗർഭഗൃഹം അഥവാ ശ്രീകോവിൽ. അതിൻ്റെ പ്രതിഷ്ഠയെ സങ്കല്പിച്ചിട്ടാണ് ആദ്യത്തെ ചടങ്ങ്. അത് കഴിഞ്ഞാൽ ബിംബ പൂർത്തി വരുത്തുന്നതിന് വേണ്ടിയിട്ട് പരാവാഹന, മന്ത്രാവാഹന പോലെയുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് ഈ ആകാശത്തിൻ്റെ പ്രതീകവും പുരുഷൻ്റെ പ്രതീകവുമായിരിക്കുന്ന ബിംബത്തെയും ആ ബിംബത്തെ ഭൂമ്യാത്മകവും പ്രകൃത്യാത്മകവുമായിരിക്കുന്ന പീഠത്തോട് യോജിപ്പിക്കുന്ന ചടങ്ങാണ് പ്രതിഷ്ഠ എന്ന് പറയുന്ന ചടങ്ങ്. അപ്പോൾ തന്ത്രി എന്ന് പറയുന്ന ആചാര്യൻ, അവിടെ അത് സന്യാസിമാരായിരിക്കാം, ആ തരത്തിലായിരിക്കാം ചെയ്യുന്നത്. എന്തായാലും ആ പ്രാർത്ഥന ലോകാനുഗ്രഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന, ഈ ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് കൽപ്പാന്തകാലത്തോളം ആകാശാത്മകവും പുരുഷാത്മകവുമായിരിക്കുന്ന ബിംബവും ഭൂമ്യാത്മകവും പ്രകൃത്യാത്മകവുമായിരിക്കുന്ന പീഠവും തൻ്റെ ശക്തികൾ അന്യോന്യം വർത്തിച്ചുകൊണ്ട് ആ കൽപ്പാന്തം ഭക്താനുഗ്രഹാർത്ഥം സ്ഥിതി ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആചാര്യൻ ബിംബത്തെ പീഠത്തിൻ്റെ നാളത്തിലേക്ക് ഇറക്കി വെക്കുന്നത്. ആ ചടങ്ങിനെയാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ചടങ്ങ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ കേരളീയ ശാസ്ത്രവിധി പ്രകാരം അഷ്ടബന്ധ സ്ഥാപനം എന്ന് പറയുന്ന ചടങ്ങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ജീവകലശം അഭിഷേകം ചെയ്യുക. ആ ജീവകലശാഭിഷേകത്തോടു കൂടിയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ചടങ്ങ് പൂർത്തിയാകുന്നത്. തീർച്ചയായും